ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2025 6ാം ക്ലാസ്സിൻ്റെ താരീഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വായിച്ച ആൻസർ മാത്രമാണ് ഞാൻ പറയുന്നത്. റിവിഷനായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മുമ്പത്തെ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തണം. ഇതിൽ നമ്മൾ ചോദ്യങ്ങൾ മാത്രം വായിച്ച ആൻസറാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ സംസ്കരിച്ചത് ആരായിരുന്നു? മലക്കുകളായിരുന്നു. മലക്കുകളാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ സംസ്കരിച്ചത്. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ച സ്ഥലം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ചത് ബാബിലോണിലാണ്. ബാബിലോണ്. അടുത്തതാ വഫാത്താകുമ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 137 വയസ്സാണ്. വഫാത്താകുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 137 ആദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം. ആദ് ഗോത്രത്തിൻ്റെത് അഹ്കാഫാണ്. അഹ്കാഫ്. അടുത്തത് തൂഫാനിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചു. എത്ര വർഷമാണ്? തൂഫാനിന് ശേഷം 60 വർഷം ജീവിച്ചിട്ടുണ്ട്. 60 വർഷം. ഫലസ്തീനിൻ്റെ പഴയ പേര് കൻആൻ എന്നാണ്. കൻആൻ എന്നാണ്. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ഇദ്രീസ് അലൈഹി ഇസ്ലാമിൻ്റെ പൗത്രൻ നൂഹ് അലൈഹി ഇസ്ലാം. നൂഹ് അലൈഹി ഇസ്ലാം. അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ മേറാജ് രാത്രിയിൽ 4ാം ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട പ്രവാചകൻ ആരെയാണ് 4ാം ആകാശത്ത് കണ്ടത്? ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയാണ്. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4ാം ആകാശത്ത് മേറാജിൻ്റെ രാത്രിയിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് താറഹ്. അതിൻ്റെ എ നമുക്ക് അവിടെ എഴുതാം. താറഹാണ്. അടുത്തത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഐസ്. അപ്പം അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അവിശ്വാസിയായ മകൻ കൻആൻ എന്നാണ്. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാഠഭാഗത്തു നിന്ന് മറ്റു പേരുകളൊക്കെ വരുന്നതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഹിജാസിൻ്റെയും ഡേഷിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ഹിജ്ർ. എന്തിൻ്റെയാണ്? ഷാമിൻ്റെയും. ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ഹിജ്ർ. അടുത്തതാ റബ്ബന തഖബ്ബൽ മിന്ന ഡേഷ് അലീം ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. സീസ് നബി അലൈഹി സ്വലാം ഡേഷ് വർഷം ജീവിച്ചു. എത്രയാണ്? 912 വർഷം. 912 വർഷമാണ് സീസ് അലൈഹി സ്വലാം ജീവിച്ചത്. അടുത്തതാ ലൂത്ത് അലൈഹി സ്വലാമിനെ അല്ലാഹു തആല മുത്തഫിക്കാത്തിലെ ഡേഷിലേക്ക് നബിയും റസൂലുമായി നിയോഗിച്ചു. ഏതാണ്? തദൂമിലേക്കാണ് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചത്. അടുത്തതോ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ജനിച്ച് ഡേഷ് വർഷത്തിന് ശേഷം ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ജനിച്ചു. എത്ര വർഷത്തിനാണ്? 14 വർഷത്തിന് ശേഷമാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ജനിച്ചത്. അടുത്തതാ ഉറക്കത്തിലായിരിക്കെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഡേഷിൽ നിന്ന് അല്ലാഹു തആല ഹവ്വ റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചു. എന്തിൽ നിന്നാണ്? ഇടതുവാരിയല്ലിൽ നിന്നാണ് അല്ലാഹു തആല ഹവ്വ ബീവി റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചത്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നൂഹ് അലൈഹി ഇസ്ലാം പ്രളയത്തിന് മുമ്പ് പ്രബോധനം നടത്തി എത്ര വർഷമാണ് പ്രബോധനം നടത്തിയത്? 950 വർഷം. 950 വർഷമാണ് പ്രളയത്തിന് മുമ്പ് പ്രബോധനം നടത്തിയത്. അടുത്തതാ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആദ്യം ഹിജ്റ പോയത് ഹറാനിലേക്കാണ് ആദ്യം ഹിജ്റ പോയത്. അടുത്തതാ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ബൈത്തുൽ മുഖദ്ദസിലാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകത്തെ കൊന്നത് ആരായിരുന്നു? കുദാറാണ്. അടുത്തത് മനുഷ്യവർഗത്തിൻ്റെ ശത്രുവാണ് ആര്? ഇബ്ലീസ്. ഇസ്മായിൽ അലൈഹിസ്സലാം അറബി പഠിച്ചു. ആരിൽ നിന്നാണ്? ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം അറബി പഠിച്ചത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ ഇബ്ലീസ് പറഞ്ഞ ന്യായം എന്തായിരുന്നു? ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് കളിമണ്ണ് കൊണ്ടുമാണ്. ഇതാണ് ഇബ്ലീസ് ന്യായീകരിച്ചത്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെയാണ്?
കപ്പലിൽ കയറിയ വിശ്വാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവികളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് എഴുതാം. അടുത്തതാ, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ഒരു സംഘം മലമ്പാതയിൽ പതിയിരുന്നു. ആ സംഘത്തിന് മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ ഒരു സംഘം മലമ്പാതയിൽ പതിയിരുന്നു. ആ സംഘത്തിനു മേൽ വലിയൊരു പാറക്കല്ല് ഉരുണ്ടു വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. അടുത്തത് എന്താണ്? അല്ലാഹു തആല കീഴ്മേൽ മറിച്ച സദോം ഇപ്പോൾ എവിടെയാണ്? സദോം? ചാവുകടലിന്റെ വടക്കേ മൂലയിലുള്ള വെള്ളത്തിനടിയിലാണ്. ചാവുകടലിന്റെ വടക്കേ മൂലയിലെ വെള്ളത്തിനടിയിലാണ്. യൂസുഫ് അലൈഹിസ്സലാം കണ്ട സ്വപ്നം എന്തായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം കണ്ട സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നു. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നം. അടുത്തതാ, മരണാസന്നനായപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം മക്കളോട് ചെയ്ത വസിയത്ത് എന്തായിരുന്നു? എന്താണ്? അല്ലാഹു തആലയെ മാത്രം ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നാണ് വസിയത്ത് നൽകിയത്. അല്ലാഹു തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നാണ് വസിയത്ത് നൽകിയത്. അടുത്തതാ, ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ലാഹു മതി. സന്ദർഭം വിവരിക്കണം. എപ്പോൾ പറഞ്ഞതാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ് ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി എന്ന് മനസ്സിലാക്കണം. ഇനി ആ നൂഹ് അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത് എന്ത്? നൂഹ് അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത് എന്താണ്? ഇനി ആരും വിശ്വസിക്കുകയില്ലെന്ന് അല്ലാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ എന്താണ്? ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാനാണ് നൂഹ് അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ അത് എഴുതണം. ഇനി രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. തൂഫാനിനെ കുറിച്ചിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് അല്ലാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥന സ്വീകരിച്ചു. അല്ലാഹു തആല നൂഹ് അലൈഹി ഇസ്ലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു. ജലാശയമില്ലാത്ത സ്ഥലത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട് ശത്രുക്കൾ നബിയെ പരിഹസിച്ചു. അദ്ദേഹം ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ശിക്ഷയുടെ സമയം വന്നു. തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത്. അതിശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടി പ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. അവിശ്വാസികളെല്ലാം മുങ്ങി നശിച്ചു. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ കയറി. വിശ്വാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകളും കപ്പലിലുണ്ടായിരുന്നു. അതാണ് തൂഫാൻ. അത്രയും നമുക്കവിടെ തൂഫാനെ കുറിച്ച് എഴുതാം. ഇനി സംസം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുല കുടിക്കുന്ന ശിശുവായിരിക്കെ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെയും മകനെയും മക്കയിൽ കഅബയുടെ സമീപത്ത് കൊണ്ട് ചെന്നാക്കി. അന്ന് മക്കയിൽ ജനവാസമുണ്ടായിരുന്നില്ല. കുറച്ച് ഈത്തപ്പഴം, ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം മാത്രമേ ഹാജറ ബീവിയുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. വെള്ളം തീർന്നപ്പോൾ അവർ വെള്ളം അന്വേഷിച്ച് സഫാ മർവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താഴ്ന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കഅബയുടെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിനാൽ ഉയർന്ന സ്ഥലത്ത് എത്തുന്നത് വരെ ഓടിക്കൊണ്ടിരുന്നു. 7ാം തവണ മറവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദങ്ങൾക്കരികിൽ മലക്ക് കിളയ്ക്കുന്നു. അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊഴുകുന്നു. ഹജറ ബീവി റളിയല്ലാഹു അൻഹ അത് തടഞ്ഞു നിർത്തി. അതാണ് സംസം. സംസമിനെ കുറിച്ച് നമുക്ക് 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത് എഴുതാം. ഇനി അടുത്തതാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യം പിതൃവ്യൻ അസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വിശ്വസിച്ചില്ല. തുടർന്ന് ജനങ്ങളെ സമീപിച്ചു. അള്ളാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വ ചെയ്ത് ജീവിക്കുക, അതാണ് നിങ്ങൾക്കുത്തമം. അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. പ്രാർത്ഥന കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതെന്തിന്? പിതാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നു എന്ന ന്യായമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത നമ്രൂദും അനുയായികളുമായിരുന്നു. അവർ വിഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആരാധിക്കുന്ന മുശ്രിക്കുകളായിരുന്നു. അസത്യത്തിൽ ഉറച്ചു നിന്നിരുന്ന അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കി തെറ്റുവില്ലുപയോഗിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിലേക്ക് എറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഉടനെ അള്ളാഹു താലയുടെ സഹായമെത്തി. തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തണുപ്പും രക്ഷയുമായി. അഗ്നിയോട് അള്ളാഹു താല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു അപകടവും സംഭവിച്ചില്ല. ഇത് കണ്ട ജനങ്ങളിൽ ചിലർ വിശ്വാസികളായി. ഇതൊക്കെ ചേർത്ത് നമുക്കവിടെ എഴുതാം. ഇനി ആദ് ഗോത്രം. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഷ്യാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹളർമൗത്തിന്റെ വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു. നദികളും തോടുകളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ല. മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനവുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുമുള്ള ഹൂദ് അലൈഹി ഇസ്ലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർ, നീ സത്യവാനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവാ, അവർ വെല്ലുവിളിച്ചു. അപ്പോൾ അല്ലാഹു തആലയുടെ ശിക്ഷ വന്നു. അപ്രതിരോധമായ കൊടുങ്കാറ്റായിരുന്നത്. 7 രാത്രിയും 8 പകലും അത് ആഞ്ഞടിച്ചു. കടപുഴുകി ഈന്തപ്പനകൾ പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. ഹൂദ് അലൈഹി ഇസ്ലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അപ്പം അത്രയും ആദ് ഗോത്രത്തെക്കുറിച്ച് നമുക്ക് അവിടെ മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ സമൂദ് ഗോത്രം ഒക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഓരോ പാഠത്തിലും എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തി കാണുക. ഈ വീഡിയോ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.